ഹായ്, നമ്മുടെ സുരയ്യാസ് ആർട്ടിസ്ട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇപ്പോൾ ദേ കണ്ടോ, ആദ്യം തന്നെ കാണിക്കുകയാണ് ഈ ഒരു ഫുഡ് പ്രോസസ്സർ. അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഇത് ഞാനൊന്നും ഇതിൽ കാണിച്ചിട്ടല്ല. പക്ഷെ നമ്മുടെ കിച്ചൺ ടൂറ് വന്നപ്പോൾ ഇത് അവിടെ വെച്ചേക്കുന്ന കണ്ടിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ യൂസ് പറഞ്ഞിട്ടായിരിക്കാം കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു ഇതൊന്ന് കാണിക്കാൻ പറ്റുമോ, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ചോപ്പറിൻ്റെ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിൻ്റെ ഒരിത് കാണിക്കുന്നത്. അതിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് കാണിക്കാം. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഉണ്ടോ, ഈ ഒരിത് കണ്ടാൽ അറിയാം കുറേ ബ്ലേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിതെല്ലാം ഒന്നും ചെയ്യുകയില്ല. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു 2-3 ബ്ലേഡാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ബാക്കിയുള്ളതൊന്നും ഇങ്ങോട്ട് കാണിക്കുന്ന ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടില്ല. അതായത് ആട്ട നീഡർ, അല്ലെങ്കിൽ ഇപ്പോൾ കോക്കനട്ട് സ്ക്രാപ്പ് ചെയ്യാനുള്ള വകുപ്പ്, അങ്ങനെയുള്ള ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എപ്പോഴും നമുക്ക് ഡെയിലി കിച്ചണിൽ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അത് ഞാൻ നന്നായി ഇതിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ ചെറിയ ഒരു സാധനമാണ്, കണ്ടോ, നമുക്ക് കുറച്ച് സ്പേസ് മതി എന്നുള്ളതാണ് ഈ ഒരു ചോപ്പറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന 3 ബ്ലേഡാണ് സ്ഥിരമായി ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് ഞാനിത് കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയാണ്. അപ്പം ഇതാണ് ഒരു ബ്ലേഡ്. അടുത്ത രണ്ടാമത്തത് ഇതാണ് കൂടുതൽ. അതായത് ഇതിലിപ്പം നമ്മൾ സ്ലൈസ് ചെയ്യാനായിട്ട് ഓണിയൻ പോലുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൽ തന്നെ നമ്മൾ ആ കംപ്ലീറ്റ് ഓണിയനൊക്കെ എടുത്ത് കഴിയും. അപ്പോൾ ഇത് സ്ലൈസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതാണെങ്കിൽ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതാണെങ്കിൽ ശരിക്കും ക്രഷ് ചെയ്ത് എടുക്കുന്ന സാധനം, അല്ലെങ്കിൽ തോരത്തിനൊക്കെ അരിയുന്ന സാധനം. അങ്ങനെ ഈ 3 എണ്ണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ നോബിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഓഫ് വരുന്നു, പിന്നെ ഒന്നെന്ന് പറഞ്ഞ് ഒരിതുണ്ട്, ഇങ്ങോട്ടൊരു പൾസും ഉണ്ട്. ഇത്രയേ ഉള്ളൂ. പൾസ് എടുത്തു കഴിഞ്ഞാൽ അറിയാലോ. അപ്പോൾ പൾസ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരേ ഒരു സ്പീഡേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇതിലില്ല. പിന്നെ ഇവിടെ കാണിക്കുന്നതിൽ ഇപ്പോൾ നമുക്ക് എന്താണ് ഈ ആട്ടാൻ ഇങ്ങനെ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുല്ലോ, അതെല്ലാം ഉണ്ട് ഇതിൽ. ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രോസസ്സറിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇത് ഒന്നിൻ്റെയും ഒരു ബ്രാൻഡിൻ്റെയും പേര് പറഞ്ഞ് ഇത് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷണൽ വീഡിയോയോ അല്ല. ഏത് ടൈപ്പ് ഫുഡ് പ്രോസസ്സറിലും ഞാൻ ഈ കാണിക്കുന്ന ബ്ലേഡുകളെല്ലാം ഉണ്ടാകും. അത് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ലിറ്ററാണ്. അപ്പോൾ അതുവരെ ഉള്ളതാണ് ഇതിൽ. പിന്നെ ഇത് മൂവ് ചെയ്യുമ്പോൾ ഇതിന് വേണ്ട ഒന്ന് അങ്ങോട്ട് തട്ടിക്കൊടുത്താൽ ഓപ്പൺ ആവും. അപ്പോൾ ഇതാണ്. പിന്നെ അത് വെക്കുമ്പോഴും ഫസ്റ്റ് ഇത് തന്നെയാണ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ലോക്കുണ്ട്, ഇതേണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ലോക്കായിട്ടില്ല. ഇങ്ങോട്ട് ഇതാണ് ലോക്കിങ്. അത് കഴിഞ്ഞാലാണ് നമുക്കിപ്പോൾ ഏത് സാധനമാണ്, ഏത് ബ്ലേഡാണ് വേണ്ടത് അങ്ങനെ വരുന്നത്. ഇപ്പം ഇത് നമ്മൾ സ്ലൈസ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ബ്ലേഡ് ഇടും. അതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൻ്റെ ക്യാപ്പ്, അതിൻ്റെ ഒരു ലിഡുണ്ട്, ഇതുണ്ടോ, ഈ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു ആരോ മാർക്കുണ്ട് ഈ ഒരു പോയിന്റിൽ. ആ ആരോ മാർക്കിൻ്റെ നേരെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട് വൈറ്റ്, അത് വരണം. കണ്ടോ, ഇത്. അപ്പോൾ ആ രണ്ടും നേരെ വന്നു. പിന്നീട് നമ്മൾ ഓരോന്ന് ചോപ്പ് ചെയ്യുമ്പോഴൊക്കെ ഇത് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. നോർമലി എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ്. ഇത് ചേഞ്ച് ചെയ്യുന്ന വിധം ഞാൻ ഓരോ സാധനം കാണിക്കുമ്പോൾ കാണിക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഓണിയൻ ഒന്ന് എങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കും നോക്കാം. അതാണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. കണ്ണിന് വെള്ളം വരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, സമയം എടുക്കും. അപ്പോൾ ഇത് വളരെ ഈസിയാണ് കേട്ടോ. എത്ര എളുപ്പത്തിലാണ് അത് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമുക്കിപ്പോൾ എഗ് റോസ്റ്റ് അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ എല്ലാത്തിനും സവോള വേണമല്ലോ, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമല്ലേ ഓണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് വലിയ ഒരു യൂസുള്ള കാര്യമാണ്.
ബിരിയാണിക്ക് വറുക്കാനൊക്കെ ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് നല്ല മെലിഞ്ഞതെടുക്കാം. കാരണം കറിക്ക് വേവുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ തിരഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യാം. അടുത്ത് ചീര ഉണ്ടല്ലോ, ഒന്ന് നമുക്ക് നോക്കാമേ. അത് എന്താണെന്നറിയോ, അതിൻ്റെ ഒരു തണ്ട് ആദ്യമേ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് അടിച്ചിട്ട് വേണം ചീരയുടെ ഇല ഇട്ട് കൊടുക്കാൻ. ചീര സാധാരണ നമ്മൾ ഇതിൽ ഇടാറില്ല, ആരും വലുതായിട്ട് ഇടാറില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചീരയുടെ ഇലയും ഇട്ടിട്ട് കുറച്ചൊന്ന് ഇതാക്കിയെടുക്കാം. ഇപ്പോൾ ചീര എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് കഴുകി തോർത്തിയൊക്കെ എടുത്ത് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് ടൈം ഇല്ല, തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചീര തീർച്ചയായിട്ടും എപ്പോഴും കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുക്കുന്നത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റും കൂടുതൽ നല്ലതും. നമ്മൾ നന്നായി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ ചീരയും നമുക്കിതിൽ നല്ലതായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ക്യാബേജ് ഒന്ന് നോക്കാം. ക്യാബേജ് ഈ പറഞ്ഞ പോലെ താരതമ്യേനെ എപ്പോഴും അരിയാനും എല്ലാത്തിനും എളുപ്പമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതേ ഒരു ബ്ലേഡ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. സ്ലൈസ് ചെയ്യുന്നത് മാറ്റിയിട്ട് ഗ്രേറ്റ് ചെയ്യുന്ന ബ്ലേഡാണ് ഇപ്പം ചേഞ്ച് ചെയ്തത്. ഇനി ആ ഒരു ഇത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഈസി ആയിട്ടുള്ള ഒരു ജോലിയാണ്. അതായത് ഇത് നമുക്ക് കട്ടിംഗ് ബോർഡിൽ അരിയാനാണെങ്കിലും അല്ല ഇനിയിപ്പോൾ ഇതിലാണെങ്കിലും എളുപ്പത്തിൽ ഇത് കഴിയും. എല്ലാവർക്കും ക്യാബേജ് ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ, അരിയാനും അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ക്യാബേജ്. അപ്പോൾ അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാബേജ് നമുക്ക് ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണല്ലേ, നല്ല വെളുത്ത കളറിലിരിക്കുന്നത് കൊണ്ട്. അടുത്ത് ക്യാരറ്റ് നോക്കാം. ക്യാരറ്റ് നമ്മൾ പീൽ ചെയ്ത ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാരണം ഓൾറെഡി നമുക്കിപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും ഒക്കെ കുറച്ച് തിക്കായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റ് വട്ടത്തിന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ ഇപ്പം യൂസ് ചെയ്തിരിക്കുന്ന ബ്ലേഡ് എന്ന് പറയുന്നത് ഈ ഒരു ക്രഷ് ചെയ്യുന്ന ഒരു ബ്ലേഡാണ്. തോരൻ പോലെയുള്ള ഉപ്പേരി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ആ ഒരു ബ്ലേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് കിട്ടും, നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ അത്ര ഭംഗിയില്ലാത്തൊരു ഐറ്റം വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് അല്ലെങ്കിൽ ബീട്രൂട്ട്, ക്യാബേജ് ഇതെല്ലാം നമുക്ക് നല്ല രസമായിട്ട് ഇതിൽ നല്ല ഭംഗിയായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് കിട്ടും. സവോള ഞാൻ നേരത്തെ കാണിച്ച ബ്ലേഡ് അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം വെറുതെ ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ കട്ട്ലറ്റ് അല്ലെങ്കിൽ തോരനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് നീളത്തിനരിയുന്നത് വേണ്ടല്ലോ, ഇങ്ങനെ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൾസ് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഓണിയനും നമുക്ക് കിട്ടും, വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ഇത് കിട്ടും. അടുത്തത് ബീൻസാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ അത്ര ഭംഗിയില്ലാത്ത ഒരു ഐറ്റം വരുമെന്ന്. ഈ ബീൻസ് ഇതിൽ അരിയുന്നത് എനിക്ക് വലിയ ഒരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല, എങ്കിലും ഞാൻ കാണിക്കുകയാണ്. അത്യാവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ നീളത്തിനിടാതെ ഒരു 4-5ആയിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ ഇങ്ങനെ തൊലി, അതിൻ്റെ സ്കിൻ വേറെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പയർ വേറെയൊക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് ബീൻസ് അരിയുന്നത് അത്ര ഒരു ഇഷ്ടമല്ല. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അരിയാം, ഞാൻ അരിഞ്ഞ് കാണിച്ചിട്ടുണ്ട് എന്തായാലും. ബീട്രൂട്ടും അത് തന്നെയാണ്. ഇങ്ങനെ കുറച്ചൊന്ന് ഒരു ക്യൂബ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതും നല്ലതായിട്ട് അരിഞ്ഞ് കിട്ടും. ഇതിൽ നല്ലതായിട്ട് കിട്ടുന്ന ഐറ്റത്തിൽ ഒന്നാണ് ഈ ഒരു ബീട്രൂട്ട് എന്ന് പറയുന്നതും. അതും നമുക്കിപ്പോൾ വേവിച്ചിട്ട് എന്താണ് കിച്ചടി അങ്ങനെയൊക്കെ വെക്കാൻ, തോരത്തിന് എല്ലാത്തിനും നല്ലതായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതും കണ്ടല്ലോ, ഇടുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ നല്ലതായിട്ടാണോ അല്ലെങ്കിൽ അങ്ങനെ. ഇപ്പോൾ എനിക്ക് ആകെ ബീൻസ് മാത്രമാണ് ഇതിൽ അത്ര ഇഷ്ടപ്പെടാത്ത ഒരു ഐറ്റം.
ഇത് നമ്മുടെ കപ്പ, മരച്ചീനി പല പല ഇതിൽ അറിയപ്പെടുമല്ലോ. കപ്പയൊക്കെ എനിക്ക് സത്യം ഈ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാനത് വെക്കാൻ ഒരുങ്ങുന്നത് തന്നെയും. കാരണം വെച്ചാൽ അരിയാനൊക്കെ എനിക്ക് കുറച്ച് പ്രയാസമുള്ളൊരു സാധനത്തിൻ്റെ ലിസ്റ്റിലുള്ളതാണിത് കപ്പ. അതും ഞാൻ ഇതിലിട്ടിട്ട് സ്ലൈസ് ആക്കി എടുക്കും. സ്ലൈസ് ചെയ്യുന്ന ബ്ലേഡാണ് ഉപയോഗിക്കുന്നത്, നല്ലതായിട്ട് കിട്ടും. അതും പീസസ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇത് നമ്മൾ കപ്പ ഇങ്ങനെ കറിയാക്കാനൊക്കെ ആയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇവിടെ ഞാൻ ഒരു തേങ്ങ മുഴുവനേ ഉള്ളതാണ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ആക്കി എടുത്തത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചെയ്ത് കാണിക്കാം. അത്യാവശ്യത്തിന് വേണമെങ്കിൽ, സാധാരണ ഇങ്ങനെ ചെയ്യൽ കുറവാണ് ഞാൻ, എന്നാലും ഇങ്ങനെ ഒന്ന് കാണിക്കുന്നുണ്ട്. തേങ്ങയും നമുക്ക് ഇതിലിങ്ങനെ ആക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടാണെങ്കിൽ നല്ല പ്യുവർ വൈറ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെ അധികം ഞാൻ ചെയ്യാറില്ല. ഇന്നിപ്പം ഞാൻ ഇതിൽ ചോപ്പറിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇഞ്ചി നമ്മുടെ ഫ്രിഡ്ജ് ടൂറിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചി എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇഞ്ചി ഇതിലിട്ടിട്ട് നല്ലതായിട്ട് ക്രഷ് ചെയ്തിട്ട് അത് പിന്നെ പാക്കാക്കി വെക്കുകയോ ക്യൂബാക്കിയിട്ട് വെക്കുകയോ എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുന്ന അതുപോലെ വയ്ക്കുക. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇഞ്ചി ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുമ്പോൾ. ഞാൻ ഫ്രിഡ്ജ് ടൂറിലും ഇത് കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഞ്ചി എനിക്ക് ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഒരു ക്രഷ് ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം, ഒത്തിരി അരയ്ക്കുന്ന ഇഷ്ടമല്ല. പിന്നെ വെളുത്തുള്ളി അതിൻ്റെ തന്നെ കോമ്പിനേഷനാണ്. അപ്പോൾ വെളുത്തുള്ളി വെറുതെ പൊളിച്ചിട്ട് പിന്നെ വേറെ അങ്ങനെ ചെറിയ സാധനം ആയതുകൊണ്ട് സ്ലൈസും കാര്യങ്ങളൊന്നും ആക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതും നല്ലതായിട്ട് തന്നെ ക്രഷ് ചെയ്തിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് നമ്മുടെ കിച്ചൺ ജോലികളിൽ നമുക്ക് ഭയങ്കര എളുപ്പം കിട്ടുന്ന 1-2 കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതുപോലെ എനിക്കറിയുന്ന യൂസ്ഫുൾ വീഡിയോസ്, നിങ്ങൾക്കും ആവശ്യമുള്ളത് എനിക്കറിയുന്നതും അങ്ങനെയുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സുരയ്യാസ് ആർട്ടിസ്റ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണം.